ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് ആണ് കേട്ടോ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും അതുപോലെ ബ്രേസ്ലെറ്റുകൾ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ്, എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ഫീലിങ്സ്, എന്താണ് ഈ പേഴ്സൻ്റെ. പേജ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ നമുക്ക് വന്നത്. ഇതൊരു കോണ്ടാക്റ്റിൻ്റെ കാർഡാണ്. ഈ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനോ അല്ലെങ്കിൽ സംതിങ് എന്തെങ്കിലും നിങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടെങ്കിലും അത്ര അങ്ങോട്ട് സ്മൂത്തായിട്ട് പോകണില്ല. കോണ്ടാക്റ്റും കമ്മ്യൂണിക്കേഷൻസും മെസ്സേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇത് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെയുള്ള കാര്യങ്ങൾ ആയിട്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, കുറേ നേരം ചാറ്റ് ചെയ്യുക, കുറേ നേരം കോൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം കേട്ടോ. ഒരാൾ അബ്രോഡ്, ഒരാൾ നാട്ടിൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അഗെയിൻ 10 ഓഫ് സൂട്ട്സിൻ്റെ എനർജിയിലാണ്. ഈ പേഴ്സൺ ഇമോഷണൽ പെയിൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു സെപ്പറേഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, അത് ഈ പേഴ്സണ് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഓൺ ആൻഡ് ഓഫ് എന്ന് പറയുന്നത് ഈ പേഴ്സൺ അറിഞ്ഞുകൊണ്ട് നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് അതൊരു പെയിൻഫുള്ള് തന്നെയാണ്. അവരൊരിക്കലും അത് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം സങ്കടത്തിലേക്കാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അവർക്ക് പെയിനുണ്ട്, അവർ ഇമോഷണലി പെയിൻ അവർക്കുമുണ്ട് എന്നുള്ള രീതിയിലാണ്. ഇമോഷണലി നിങ്ങളടുത്ത് കണക്റ്റ് ആവുന്നതാണത്. ആൻഡ് 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പ്രസൻസ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വേറെ പ്രപ്പോസൽസ് കാര്യങ്ങളും സ്നേഹങ്ങളൊക്കെ ഈ പേഴ്സണ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവർ ഒന്നിൽ മാത്രം ഉറച്ചു നിൽക്കുകയാണ്. അതായത് ഉള്ളതിൽ മാത്രം അവർ സ്റ്റിൽ നിൽക്കുകയാണ്. അവർ വേറെ ഒന്നിലേക്കൊന്നും ഇങ്ങനെ സ്പ്രെഡായി പോകുന്നില്ല. വേറെ പ്രപ്പോസൽസും കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അതൊക്കെ അവോയ്ഡിങ് ചെയ്യുന്ന പോലെയാണ്. അതൊക്കെ അവോയ്ഡ് ചെയ്ത് കളയാണ്. അവർക്ക് തന്നെ അറിയാം അവർക്ക് വേറെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അവരിലേക്ക് വരുന്നുണ്ട്. അവരതിനെ അവോയ്ഡ് ചെയ്യാണ്. നിങ്ങൾ തന്നെയാണ് കൂടുതലും ഉള്ളത് എന്നുള്ള രീതിയിലിട്ട് ഒരു കാർഡ് താഴെ വന്നിട്ടുണ്ട്. അത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. സോ അതും ഒരു ഫുൾഫിൽമെൻറ്റ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. മിസ്സിങ് എനർജിയാണ് കേട്ടോ. ഹാപ്പിനെസ് ആഗ്രഹിക്കുക, റിലേഷൻഷിപ്പിൽ ഹാപ്പിനെസ് ആഗ്രഹിക്കുക. എഗെയിൻ കൺഫർമേഷൻ 2 ഓഫ് കപ്സിൻ്റെ എനർജി. ഓക്കെ, ഇതൊരു സോൾ കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ നല്ലൊരു സോൾ കണക്ഷൻ ഉണ്ട്. ഈ പേഴ്സണ് നിങ്ങളടുത്ത് സോൾ ടു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരും ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്താണ് ഈ പേഴ്സൻ്റെ അടുത്ത് എനിക്ക് ഇത്രമാത്രം കണക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്യക്തിൻ്റെ അടുത്ത് മാത്രം ഇത്രത്തോളം ഇങ്ങനെ അടുത്ത് പോകുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അപ്പം അതുപോലെ ഈ പേഴ്സണും ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ റീസൺ നിങ്ങൾ സോൾ കണക്ഷൻ ഉണ്ട്, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സ്നേഹബന്ധം, അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത് അതുകൊണ്ടാണ്. സോൾ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ തന്നെ ആ പേഴ്സണും ചിന്തിക്കുന്നുണ്ട്. ത്രീ ഓഫ് വാട്സിൻ്റെ എനർജി എനിക്ക് റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടീസ് ഉണ്ടായിരുന്നു, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവ് ആയിരുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പം ആ പേഴ്സൺ എന്തോ അലോൺ ആയിട്ടിരിക്കുകയാണ്. അത് അവരുടെ സിറ്റുവേഷനായിട്ടാണ് കാണുന്നത്. അവരിപ്പം ഒറ്റയ്ക്കാണ്. അവരുടെ ചുറ്റിന് തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങളുണ്ട്, അവരുണ്ട്. ബട്ട് അവരൊറ്റയ്ക്കാണ്. അതായത് തേർഡ് പാർട്ടിയിൽ നിന്നും ഒരു സൈഡ് വലിഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയാണത്. ഫീലിങ്സ് മജീഷ്യൻ്റെ എനർജിയാണ്. ഓക്കെ, അട്രാക്ഷൻ്റെ ആണിത്. ഈ പേഴ്സൺ ആദ്യം നിങ്ങളെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അതായത് മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ വാക്കുകളിൽ കൃത്രിമത്വം ഉപയോഗിക്കുക, അവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ കൃത്രിമത്വം ഉപയോഗിക്കുക. ഓക്കെ, അപ്പം അത് മജീഷ്യൻ്റെ എനർജിയിൽ വരുമ്പം ഈ പേഴ്സൺ അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ സത്യത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ഈ പേഴ്സൺ അതിനെ വളച്ചൊടിച്ച് വേഗം നിങ്ങളെ
വരുതിയിലാക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരതിനെ ആക്കിയെടുക്കും. നിങ്ങളാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു മാനിപ്പുലേഷൻ ഈ പേഴ്സൺ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ സ്റ്റിൽ ഇപ്പം അവർക്ക് ഭയങ്കര അട്രാക്ഷനാണ് നിങ്ങളുടെ അടുത്ത്, ഭയങ്കര എഫെക്ഷൻ തോന്നുക, അട്രാക്ഷൻ തോന്നുക. അതായത് ഒരു കാന്തം വലിച്ചെടുക്കുന്നത് പോലെയുള്ള ഒരു അട്രാക്ഷൻ നിങ്ങളുടെ അടുത്ത് തോന്നിക്കൊണ്ടിരിക്കുക. അതിൻ്റെ റീസണാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ തമ്മിൽ സോൾ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് വരുന്നത്. ഓക്കെ, എയ്റ്റ്സ് ഓഫ് വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇതൊരു ന്യൂ ലൈഫിൻ്റെ കാർഡാണ്. നിങ്ങളുടെ മാരേജൊക്കെ വന്ന് മാരേജിൻ്റെ അവിടം വരെ വന്ന് പകുതിയായി കഴിഞ്ഞിട്ട് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എഗെയിൻ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. മാരേജിൻ്റെ കാര്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. റീയൂണിയൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പേഴ്സൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള പാസ്റ്റിലെ കാര്യം എന്താണോ അത് പാസ്റ്റാണ്. അതിനെ വിട്ട് കളഞ്ഞ് ഒരു ന്യൂ സ്റ്റെപ്പ് വെക്കുക. ഓക്കെ, ഒരു വിക്ടറി, സക്സസ് ഒക്കെയാണ്. നയൻ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇത് ബാലൻസ്ഡ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാം ബാലൻസിലേക്ക് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഇവർക്കൊരു ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലും ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണോ അതിലൊക്കെ ഒരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒഴിഞ്ഞു പോവുകയാണ്, അല്ലെങ്കിൽ മനസ്സിൽ അതൊരു ഭാരമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരു ഹീലിംഗ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സൺ ബാലൻസ്ഡ് ആണ്. ഇവർ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇതൊന്ന് സോൾവ് ആവട്ടെ എന്നുള്ള രീതിയിലായിരിക്കും ഇവരുടെ മൈൻഡ് സെറ്റ് പോകുന്നത്. ഒന്ന് സൈലൻ്റ് ആയിട്ട് കാമായി ക്വയറ്റായിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ചെയ്യുന്നത് ഇവർക്കിപ്പോൾ നമുക്ക് ഒരുപാട് ഇമോഷൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടു. സോൾ ടു സോൾ കണക്ഷൻ ആവുന്നത് നമ്മൾ കണ്ടു. സോ അങ്ങനെയൊക്കെ ആവുമ്പോഴും ഇവരതിനെ ഭയങ്കരമായിട്ടും കൺട്രോൾ ചെയ്യുകയാണ്. ഓക്കെ, അതായത് എത്ര അട്രാക്ഷൻ ആയാലും എന്തായാലും ഇപ്പം ആഗ്രഹങ്ങൾ മാത്രം ആഗ്രഹമായിട്ട് വെക്കുക, അതിലേക്കൊരു ആക്ഷൻ വരുത്താത്ത പോലെയാണ് ഈ പേഴ്സൺ അതിനെ ബാലൻസിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം ഭയങ്കര ഓവർഫ്ലോ ആയിരിക്കും, എല്ലാം ഓവർഫ്ലോ ആയിട്ടുണ്ടായിരുന്നിട്ടുണ്ടാകും. അതായത് സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും അവർ സംസാരിക്കുന്ന കാര്യത്തിലായാലും നിങ്ങൾക്ക് സർപ്രൈസ് തരുന്ന കാര്യത്തിലായാലും ഏതൊരു കാര്യത്തിലും അവർക്ക് ഭയങ്കരമായിട്ടും അവർ ഓവർഫ്ലോ ആയിട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പം സ്റ്റിൽ അത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് നിർത്തുമ്പം നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാകും. ആൻഡ് 10 ഓഫ് സോർട്സിൻ്റെ എനർജി, 10 ഓഫ് വാൻസിൻ്റെ എനർജി റിവേഴ്സ്ഡ് ആണ് വന്നിട്ടുള്ളത്. ഈ പേഴ്സണ് സ്ട്രെസ് ഉണ്ടായിരുന്നു, സിറ്റുവേഷനിൽ വളരെയധികം സ്ട്രെസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് അവർ ഹീൽ ചെയ്ത് മാറുന്നുണ്ട്. അവരതിൽ നിന്നിപ്പം ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി ക്രൈസിസ് ആയിക്കോട്ടെ, അവർക്കുള്ള പ്രശ്നങ്ങൾ, അവരുടെ ചുറ്റിനുമുള്ള പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് അവർക്ക് ഒരു സ്ട്രെസ്സ്, ഭയങ്കരമായിട്ടുള്ളൊരു ഓവറായിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റി, ഒരു സ്ട്രെസ്സ് കൊടുത്തുകൊണ്ടിരുന്ന സംഭവങ്ങളൊക്കെ ഇപ്പം ഹീലായി അല്ലെങ്കിൽ ഇപ്പം ഓക്കെ ആയി നിൽക്കുകയാണ്. സോ അങ്ങനെ ഓക്കെ ആയി നിൽക്കുന്നത് കൊണ്ടും കൂടിയാണ് അവർക്ക് കൂടുതൽ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഫോർ ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഭയങ്കര പോസസീവ്നെസ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ സ്നേഹം വേറെ എവിടെയും പോകാൻ പാടില്ല, നിങ്ങൾ വേറെ എവിടെയും പോകരുത്. ഈ പേഴ്സണ് തേർഡ് പാർട്ടിയുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാകാം, പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും ഒരാളുമായിട്ടും ഇവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം വേറെ എവിടെയും പോകാൻ പാടില്ല. ഇവർക്ക് കൊടുക്കുന്ന സ്നേഹം ഇവരുടെ അടുത്ത് തന്നെ നിൽക്കണം. സേവ് ചെയ്ത് വെക്കുകയാണ്, ഇഷ്ടത്തെ സേവ് ചെയ്ത് വെക്കുകയാണ്. ഒന്ന് മാഞ്ഞു പോകാനോ അല്ലെങ്കിൽ അതിനെ വേറെ ആൾക്ക് പോകാനോ ഒന്നും ഇവർക്ക് സഹിക്കൂല. ഇവർക്ക് നല്ല പോസസീവ്നെസ് നിങ്ങളുടെ അടുത്ത് ഉണ്ട്. ആൻഡ് നിങ്ങളുടെ സ്നേഹത്തിന് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ആ പേഴ്സണ് ഇഷ്ടമാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. 6 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഇത് നമ്മൾ ആദ്യം വന്നിട്ടുള്ള കാർഡിലേക്ക് പോയേക്കണതാണ്. ആദ്യം നമുക്ക് വന്നത് പേജ് ഓഫ് വാൻസിൻ്റെ എനർജി ആയിരുന്നു. ഒരു കോണ്ടാക്റ്റിൻ്റെ കാർഡായിരുന്നു. അവർ നിങ്ങളടുത്ത് ഒരുപാട് സംസാരിക്കാൻ, ഒരു മെസ്സേജ് അയക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എഗെയിൻ കൺഫർമേഷനാണ്. ഷെയറിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങളടുത്ത് സംസാരിക്കണം. ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് ഹെൽപ്പ് ചെയ്യാനായിരിക്കും, നിങ്ങൾക്ക് സർപ്രൈസ് തരാനായിരിക്കും. ഇവർ ഒരുപാട് കാര്യം നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷെയറിങ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനകത്ത് ഇവരുടെ കോണ്ടാക്ട്സ് വരും, മെസ്സേജ് വരും, അതുപോലെ ഇവരുടെ ലൈഫിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളടുത്ത് തുറന്നു പറയണം എന്നുള്ള രീതിയിൽ. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെയാണ് പോകുന്നത്, മേ ബി ഫിനാൻഷ്യലി ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെൻ്റലി ബ്ലോക്കോ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ, എപ്പോഴായിരിക്കും ആക്ഷൻ എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഇതൊരു സ്ലോ ആണ്. നൈറ്റ് ഓഫ് കപ്സിന് എനർജി വരുമ്പം ഈ കുതിര നടന്നു വരുന്നത് എത്ര സ്ലോ ആണ് അത്രയും സ്ലോ തന്നെയായിരിക്കും ഇവർ വരുന്നത്. ഓക്കെ, അതിന് റീസൺ അവർക്കുള്ള ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിലും അവർ ആക്ഷൻ എടുക്കാൻ ലേറ്റ് ആവുന്നതാണ്.
ഓപ്പണും ഒക്കെ പറഞ്ഞു നോക്കുക. ഡിയർ ആ പേഴ്സൻ്റെ നെയിം, ഐ എം സോറി, പ്ലീസ് ഫോർ ഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് റൊമാൻറ്റിക്കലി കണക്റ്റ് ആവുന്നുണ്ട്. അവർക്ക് നിങ്ങളുടെ അടുത്തോട്ട് ഭയങ്കരമായിട്ടും റൊമാൻറ്റിക് എനർജി ഉണ്ട്, മിസ്സിങ് ഉണ്ട്. നിങ്ങളെന്ന് വെച്ചാൽ അവരുടെ ഒരു ഭാഗമായിട്ടാണ്, ഹൃദയത്തിൻ്റെ പാതി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ അവരുടെ ആക്ഷനാണ് ഇവിടെ ലേറ്റ് ആവുന്നത്. സോ നിങ്ങൾക്ക് സൊല്യൂഷൻ എടുത്ത് നോക്കാം. വെയിറ്റ് ചെയ്ത് മാത്രം ഇരിക്കാതെ നിങ്ങളും ആക്ഷൻ എടുത്ത് സൊല്യൂഷൻസ് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പം അത് ഡിലേ ആണ്. ആക്ഷൻ എടുക്കും, ബട്ട് അത് ഡിലേ ആയിട്ടാണ് കാണുന്നത്. ഹാങ്ഡ് മാൻ കണ്ടോ, ഇത് ഒരു ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സൊല്യൂഷനാണ്. ലെറ്റ് ഗോ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കുള്ള സൊല്യൂഷനാണ്. ആൻഡ് അതുപോലെ പോസ് ചെയ്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ എനർജിയാണ്. അതായത് ഇവർക്ക് ആക്ഷൻ ഇല്ല, ഇവർ ബ്ലോക്കായിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുക. അതായത് ഒരു മനുഷ്യനെ തലകീഴായിട്ട് തൂക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാണ്, ഒന്നും ചെയ്യാൻ പറ്റൂല. അവരുടെ കൈകൾ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവരിങ്ങനെ തൂങ്ങി നിൽക്കുമല്ലേ. അപ്പം അതേ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് എന്ന് കരുതിയിട്ട് അവരാരും തൂക്കിയിട്ടേക്കണല്ല. അവർക്ക് ആക്ഷൻ എടുക്കാം, ബട്ട് സ്റ്റിൽ അവർക്ക് എന്തോ ഇങ്ങനെ ഹീലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലേറ്റാണ്, നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഓപ്പണൊക്കെ പറഞ്ഞു നോക്കുക എന്നുള്ളത് പറഞ്ഞത്. 21 days പറഞ്ഞു നോക്കുക. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി, ഇമോഷണലി ഒരുപാട് ഈ പേഴ്സൺ നിങ്ങളടുത്ത് കണക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇമോഷൻസ് ഒരുപാട് ഈ പേഴ്സൺ ഉണ്ട്, ബട്ട് സ്റ്റിൽ ബാലൻസ്ഡ് ആണ്. അതായത് കടലിൻ്റെ നടുവിലാണ് ഇവരിയ്ക്കണത്. ഇമോഷൻസിനുണ്ട്, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വിടുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് കിങ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, 5 of Wandsൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സൈഡായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സൈലൻ്റ് ആയിട്ട്, ഇങ്ങനെ ക്വയറ്റായിട്ട്, ഇങ്ങനെ ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കുന്നത്? ഒന്ന് റീസൺ പറഞ്ഞത് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് പിന്നെയും അതിലൊരു ഫൈറ്റിങ്ങിലേക്ക് വരാൻ താല്പര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് ഈ ഒരു കാര്യത്തിൽ ഇതിവിടെ സ്റ്റോപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം ക്വയറ്റായിട്ടിരുന്നാൽ പ്രശ്നമുണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരിക്കും അവർ മിണ്ടാണ്ടിരിക്കുന്നത്. കാരണം ഒരു കോമ്പറ്റീഷൻ പോലെ അങ്ങോട്ടും ഈഗോ വെച്ചേക്കാം, അല്ലെങ്കിൽ ഫൈറ്റിംഗ് ഉണ്ടായേക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഈ പേഴ്സൺ ഉണ്ട് ഇവരുടെ തോട്ട്സിനകത്ത്. ഓക്കെ, അപ്പം അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ക്വയറ്റായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന്, അതായത് രണ്ട് സൈഡും വന്നാലല്ലേ പ്രശ്നമുള്ളൂ, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാലല്ലേ പ്രശ്നമുള്ളൂ. ഒരാൾ മിണ്ടാതിരുന്നാൽ അവിടെ പ്രശ്നമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇവർ വായടച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് സോഡിയാക് സൈൻസ് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഇമോഷൻസും ഫീലിങ്സും ഉള്ളൊരു പേഴ്സൺ ആണത്, പക്ഷേ അവർ അതിനിങ്ങനെ പോസ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് സൊല്യൂഷൻ എടുക്കുക. ഓപ്പണോ പറഞ്ഞതുപോലെ 21 days എഴുതി നോക്കാം കേട്ടോ. ലിയോ വന്നിട്ടുണ്ട്, ലിയോ എഗെയിൻ വന്നിട്ടുണ്ട്, സ്കോർപിയോ, ജെമിനി എഗെയിൻ വന്നിട്ടുണ്ട്, ഏരിയസ് വന്നിട്ടുണ്ട്, ലിയോ എഗെയിൻ ആൻഡ് എഗെയിൻ, സാജിറ്റേറിയസ് വന്നിട്ടുണ്ട്, ലിബ്ര, കാപ്രിക്കോൺ എഗെയിൻ വന്നിട്ടുണ്ട്, ടോറസ്, Capricorn again and again, Sagittarius, Cancer, Sagittarius. ഓക്കെ, ഇനി നിങ്ങൾക്കുള്ള ക്ലൂസും കൂടി നോക്കാം. നിങ്ങൾക്കുള്ള ക്ലൂസ് ആണിത്, കുറച്ച് എടുത്തിട്ടുള്ളൂ. ലെറ്റർ എം വന്നിട്ടുണ്ട്, കെ വന്നിട്ടുണ്ട്, എൽ വന്നിട്ടുണ്ട്, 42 and 23 വന്നിട്ടുണ്ട്, ലെറ്റർ എസ് വന്നിട്ടുണ്ട്, നമ്പർ 26 വന്നിട്ടുണ്ട്, ലെറ്റർ ഡി വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, ആൻഡ് 3 വന്നിട്ടുണ്ട്, ആൻഡ് നമ്പർ 23. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൽ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ നെഗറ്റീവിനെ അട്രാക്ട് ചെയ്യാതിരിക്കുക കേട്ടോ. പോസിറ്റീവിനെ ക്ലെയിം ചെയ്യാൻ വേണ്ടി ലൈക്ക് ഓർ സബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എനർജി കൂടുതൽ ടാപ്പ് ആകും. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.